ഇതുണ്ടോ അതുണ്ടോ പോലീസുകാരൻ വരുന്നുണ്ട് ഇവിടുത്തെ. ഇൻഷാ അല്ലാഹ് അവനോട് ചോദിക്കാം ആ കാര്യങ്ങള്. ഇവരൊക്കെയാണ് ഇതിന്റെ കാവൽക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ. ഇവരൊക്കെയാണ് ഇതിന്റെ കാവൽക്കാർ. ഇതാ ഈ കാണുന്ന കണ്ട, ഇവരൊക്കെയാണ് ഇതിന്റെ കാവൽക്കാര്. ചോദിച്ചു. بس عندنا واحد سؤال عشان اقول لك انا. عندك انت؟ عندنا واحد سؤال بس من كيرلا، واحد عالم ويقول لي لما تنظف هذه بحس الغبار. اذا تنظف هذه بحس الغبار، يعني بيشيل هذا يحطه على المويه بيشرب، يعني زي الزمزم يجي بركه يجي. لا ما في ولا شيء. ما سمعت انه اخبار القبر تحطه في مويه تشربه يجيك بركه. هذا ما سمعته. عندك هذا الشيخ اساله يقول هذا الشيء هذا كله بدعه وشرك وخرافات ما ينفع. ഓക്കെ, ശുക്രാൻ ഹബീബ്. നീ കണ്ടോ ഇവിടെ വേറൊരാളുണ്ട്. ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള ആളാണ്. ഇതാണ് ഹറം. ഇതാണ് റോദ ഷെരീഫ്. ഇതാണ് റോദ ഷെരീഫ്. ഇത് റോദ ഷെരീഫാണ്. ഇത് അതിന്റെ ഉള്ളിലുള്ള ആളാണ്. അത് അദ്ദേഹത്തോട് ചോദിക്കാം. بس عندي واحد سؤال، يعني انا سألت واحد ثاني عشان بس عندنا واحد، انا من الهند يعني من كيرلا، هناك في واحد عالم. لا ما في تقسيم، هذه افضليه. ديوار بس هو يقول في هنا لما تنظف هذه يجي غبار بخطه على المويه بيشرب، يعني يجي بركه. ما يجي. النبي عليه الصلاه والسلام قال ماء زمزم لما شرب له طعام وطعم وشفاء وسقم. اما الغبار والتراب هذا لا يجوز. يعني بل بالنهي من الائمه الاربعه عدم التمسح القبور والتبرك بها عند الشافعيه والمالكيه والحنابله والاحناف. لا يجوز. لا يجوز لان هذا قبر ونهي عن مسه. النبي صلى الله عليه وسلم نهى عن هذا الشيء. هو عالم. سمعت يمكن شيخ ابو بكر كذا سمعته يعني من الهند. النبي صلى الله عليه وسلم نهانا عن الائمه المضلين سواء كان عالم او غير عالم. لم يخالف السنه فما فائده علمه. مخالف السنه ما فائده العلم. شكرا حبيبي، الله يسلمك. واحد يسلم كما قال الامام مالك، يسلم ويمضي، وكما فعل ابن عمر سلم وانصرف. السلام عليكم. इतना नहीं हो तो उधर मैं उसका सवाल पूछा बस। वो इसमें बरका नहीं होता है, तुराब पूरा तुराब है, कुछ नहीं होता है। इधर से तुराब नहीं मिला, बस वो झूठ बोल के आदमी के साथ देख लेते हैं, बस पैसा मांगता है। केरला में यार बड़ा आलिम है वो। माशाल्लाह रबी आपको माशाल्लाह से अल्हम्दुलिल्लाह। आप रबी स्कूल से पढ़े क्या? स्कूल से नहीं है, मैं इधर 5 साल हुआ, पहले इधर बहुत है। शाफी ना आप लोग क्या शाफी है। ये भी शाफी। शुक्रिया। अस्सलाम वालेकुम। नाम शरीफ है। अपना हसीब है इंसान वो यदि आप कैसे हैं? ओके इंशाल्लाह। बस ये भी बेचना पड़ेगा। अस्सलाम रहमतुल्लाह। दुआ कर दो इंशाल्लाह। ലോകത്ത് പാകിസ്ഥാനികളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. പാകിസ്ഥാനികളായിട്ടാണ്. ഓലാണ് വലിയ പിരാന്തന്മാര് ഈ ഇതിന്റെ ഒക്കെ ഈ മണ്ണെടുക്കണ ബാക്കിയുള്ളതിന്റെ ഒക്കെ വലിയ പിരാന്തന്മാർ പോലാണ്. ഓർക്ക് വരെ ഇതിൽ വിശ്വാസമല്ല. ഇപ്പൊ സംസാരിച്ചത് ഇതാ റോഡിന്റെ ഉള്ളിലുള്ള ആളോടാണ്. അത് കട്ട് ചെയ്യാതെ, വീഡിയോ പോലും കട്ട് ചെയ്യാതെ ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതെന്തിനാ ചോദിച്ചാൽ ഞാൻ ഇത്രയും ഇടങ്ങാറാണ്. ഇത് ഇടങ്ങാറായി ഭയങ്കര സംഭവം ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇത് എന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഇതിൽ പെട്ടുപോയി. ഓരെ ബോധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. അതിന്റെ പേരിൽ മാത്രമാണ്. വയസ്സ് എന്റെ അളിയാക്ക ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യമില്ലാതിന്റെ പേരിലേക്കാണ് നമ്മള് ഇങ്ങനെ വിട്ടുപോണത്. ഇതേപോലുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് ഈ ആരമന്റെ റോദന്റെ ഉള്ളിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഇത് സത്യമല്ല, അങ്ങട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ, നമ്മളെ പൊതുവെ ജനങ്ങൾ തയ്യാറായില്ല.
ഇപ്പൊ ഉവൈസിന്റെ കാര്യം തന്നെ, ഉവൈസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇളയമൻ മോന്, ഓന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ എത്രയോ എന്നോട് പറഞ്ഞു, കോഴിക്കോട് കൊണ്ടോട്ടിയുള്ള ഒരാള് ഇവിടെ എന്താ ക്ലീൻ ആക്കുന്ന ആളാണ്, അയാളിത് കൊണ്ടുവന്നുകൊണ്ട് ബർക്കത്തെടുത്തതായിട്ടുണ്ട് എന്ന്. ഇവിടെ ഇപ്പൊ കണ്ടില്ലെങ്കിൽ എന്ത് ബർക്കത്താണെന്ന് പറയണേ. ഇങ്ങനെ ഒരു പൊടിനെ കുറിച്ച് തുർബത്ത് ഷെരീഫ് എന്ന് പറഞ്ഞൊരു പൊടി ഇവിടെ എടുത്തേക്കില്ല. അത് സാധാരണ പൊടി തട്ടുക, അതിന് വലിച്ചെറിയുക, അത്ര മാത്രമേ ഇവിടെ കാട്ടിലുള്ളൂ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പൊടി തുറക്കണ മാതിരി തട്ടിക്കൊട്ടുക, എടുത്തേക്കണ പരിപാടി തട്ടിക്കൊട്ടി കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആക്കുക, ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ഇവിടെ ചെയ്യാറില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക സഹോദരരെ, പോലീസ് മനസ്സിലാക്കിയത്, എന്നിട്ട് ഉൾക്കൊള്ളുക. മനുഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള സംഭവമാണ് എന്ത്, പിന്നെ വിവേചന ബുദ്ധി, ചിന്തിക്കാനുള്ള കഴിവ്. ഇതിങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് അയാൾ പറഞ്ഞത് കേട്ടോ. ഇവിടെ അല്ലാതെ ഒരു ബർക്കത്തുല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംസാണ്, മാവ് സംസം, ഇതിന് മാത്രമേ ഷിഫയുള്ളൂ എന്നുള്ള വെള്ളത്തില്, അല്ലെങ്കിൽ വേറെ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത്. അതായത് അങ്ങനെയുള്ള സംഭവം റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ മൂപ്പര് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ല, അറബി മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.